ഇവിടെ പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി BJP സ്ഥാപിച്ച കൊടിതോരണങ്ങളും ഫ്ലക്സും വ്യാപകമായി നശിപ്പിച്ചിരിക്കുകയാണ്. BJPയുടെ കൊടികൾ അഴിച്ചുമാറ്റി പകരം DYFIയുടെ കൊടികൾ സ്ഥാപിച്ചെന്നും പരാതിയുണ്ട്. ചാക്ക ITI ജംഗ്ഷനിൽ സ്ഥാപിച്ച BJPയുടെ കൊടികൾ അഴിച്ചുമാറ്റിയാണ് DYFIയുടെ കൊടികൾ സ്ഥാപിച്ചത്. ശംഖുമുഖം മുതൽ സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ശംഖുമുഖം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് BJP പരാതി നൽകി. വിവരങ്ങളുമായി പ്രശാന്ത് തന്നെ വീണ്ടും ചേരുകയാണ്. പ്രശാന്ത്, വികസനം പറയാനാണ് പ്രധാനമന്ത്രി വരുന്നത്. കോർപ്പറേഷൻ്റെ വികസനം, കേരളത്തിൻ്റെ വികസനം, ഒപ്പം എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശവും ആഹ്വാനവുമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെ മേയറും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ ഇവർക്ക് മാത്രം എന്താണ് ഇത്ര അസഹിഷ്ണുത? ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അസഹിഷ്ണുത ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം വ്യാപകമായിട്ട് BJPയുടെ, അതായത് പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമാണ് വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടത്. അത് ശംഖുമുഖത്ത് ടെക്നിക്കൽ ഏരിയയുടെ ആ ഭാഗത്തു നിന്ന് തുടങ്ങി ഇന്ന് ചാക്ക വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പരാതിയായിട്ട് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് BJPയുടെ കൊടിതോരണങ്ങൾ അടക്കം അഴിച്ചു കളഞ്ഞ ശേഷം അവിടെ DYFIയുടെ കൊടി സ്ഥാപിച്ചു എന്നതും പരാതിയായിട്ട് ഉയരുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ അടക്കം ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഏറ്റവും കൂടുതൽ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ചാക്ക ITIയുടെ ഭാഗത്താണ്. ആ ഭാഗത്താണ് BJPയുടെ കൊടികളടക്കം അഴിച്ചു മാറ്റിയിട്ട് അവിടെ DYFIയുടെ കൊടികൾ സ്ഥാപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയും. ഈ കൊടിതോരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി അത് ദൂരെ കളഞ്ഞിരിക്കുന്ന, അത് ചപ്പുചവറുകൾക്കിടയിലും ഒക്കെ വലിച്ച് എറിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയും കാണാം. ഇത് ഏറ്റവും ഇത് DYFI പ്രവർത്തകരും SFI അടക്കമുള്ളവർ ചേർന്നാണ് ഇത് നടത്തിയതെന്നാണ് ഇപ്പോൾ BJP നേതൃത്വം അടക്കം പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ളൊരു സംഭവം, ഈ ഒരു കരുതിക്കൂട്ടിയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ശോഭ കെടുത്തുവാനുള്ള കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങളുടെ, ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് ഇപ്പോൾ ആരോപണമായിട്ട് പറയുന്നത്. അതായത് ഇത്തരത്തിൽ നടപടിക്രമങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചതോടെ ഒരു സംഘർഷം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആ സംഘർഷത്തിലൂടെ മുതലെടുപ്പ് നടത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും BJPയും സംയമനത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അഴിച്ച കൊടിതോരണങ്ങൾക്ക് സ്ഥാനത്ത് മറ്റ് BJPയുടെ കൊടിതോരണങ്ങൾ സ്ഥാപിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ DYFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കരുതിക്കൂട്ടിയുള്ളൊരു സംഘർഷം ഉണ്ടാക്കി തീർക്കുക. ആ സംഘർഷം തീർത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് കാര്യത്തിലാണോ തിരുവനന്തപുരത്ത് എത്തുന്നത്, അനന്തപുരിയിൽ എത്തുന്നത്, അതിൻ്റെ ശോഭ പരമാവധി കെടുത്ത് അതൊരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചതെന്നാണ് BJPയും പറയുന്നത്. ശ്യാം. യെസ്.